അവരെ പുറകിൽ ആരൊക്കെയുണ്ട് സംരക്ഷിക്കാനും തെളിവാണ്. ടീച്ചറെന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്, എങ്കിലും ഞാനും ഒരു അധ്യാപിക ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഉന്നത കുല ജാതിയിൽപ്പെട്ട വെളുത്ത് തുടുത്തവർക്ക് മാത്രമാണ് ഈ ഭൂമി എന്ന് കൂടി പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടല്ല, ഇത് മൂടി വച്ചിരിക്കുകയാണ്. നമുക്കറിയാം ജാതി മതം ഇന്നുണ്ട്. ഇപ്പോഴും വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണല്ലോ. അത് മാറാത്ത കാലം വരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയ്ക്ക് പറയാനുള്ള ധിക്കാരപരമായ ഈ വാക്കുകൾ അവരെ പുറകിൽ ആരൊക്കെയുണ്ട് സംരക്ഷിക്കാനും തെളിവാണ്. അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യഥാർത്ഥ സത്യഭാമ, കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പാളായ സത്യഭാമയെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ഭർത്താവിനെ കുറിച്ചും മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. അന്ന് അവരെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. എത്ര കാലത്തേക്കാണ് മാറ്റി നിർത്തിയെന്നറിയില്ല. അപ്പോൾ ഉന്നത കുല ജാതിയിൽപ്പെട്ട വെളുത്ത് തുടുത്തവർക്ക് മാത്രമാണ് ഈ ഭൂമി എന്ന് കൂടി പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പാകിസ്ഥാനെന്നോ ചൈനയെന്നോ ഇന്ത്യയെന്നോ അല്ല ഇപ്പോൾ മെയിൻ പ്രശ്നം വന്നിരിക്കുന്നത്. ഉന്നത കുല ജാതിയിൽപ്പെട്ടവനായിരിക്കണം, വെളുത്ത് തക്കാളി പോലെ ഇരിക്കണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ മാത്രമുള്ള ഭൂമിയാണ് ഭാരതം എന്നുകൂടി എഴുതി വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അതിന് നമ്മളാൽ കഴിയാവുന്ന രീതി നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. പാട്ട് പാടുന്നവർക്ക് അങ്ങനെയാവാം, എഴുതുന്നവർക്ക് അങ്ങനെയാവാം. എന്തായാലും അക്ഷരം കലാസാഹിത്യവേദി നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ട് എഴുതി വരുന്നൊരു മുദ്രാവാക്യം ഇവിടെയുണ്ട്. എഴുതി വയ്ക്കുക മാത്രമല്ല, എല്ലാവിധ അനീതികൾക്ക് വരെ ഞങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല, എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയാണ്, നിശിതമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഇവിടെ പല രംഗങ്ങളിലും വാക്കുകൾ കൊണ്ട് പറയുന്നതിന് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് ആലോചിക്കുന്നത്. അത് നിയമവും നീതിയും ഇല്ലാതെ വലിയ കള്ളന്മാർ ഒളിച്ചിരിക്കുമ്പോൾ കള്ളനെന്ന് വിളിച്ചു പറഞ്ഞവനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്ന അവസ്ഥയിൽ രാജ്യം എത്തി നിൽക്കുമ്പോൾ നമുക്കിതൊക്കെ തുറന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. അതുകൊണ്ട് അക്ഷരം കലാസാഹിത്യവേദിയുടെ ഈ അമർഷം പ്രതിഷേധം പരസ്യമായി പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ കാലികമായി നടക്കുന്ന ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം സാർ പറഞ്ഞതുപോലെ സത്യഭാമ ടീച്ചറുടെ കാര്യം തന്നെയാണ്. തീർത്തും അപലപനീയമായ ഒരു അധ്യാപിക, ടീച്ചറെന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്, എങ്കിലും ഞാനും ഒരു അധ്യാപിക ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോയാൽ ഇത്തരം സദസ്സുകൾ യാതൊരു അർത്ഥവുമില്ലാതെ പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കല എന്നത് വർണ്ണവർഗ ജാതി മതത്തിനൊക്കെ എത്രയോ അപ്പുറത്ത് നിന്നുകൊണ്ട് സംഭവിക്കുന്ന വളരെ ദൈവികമായ ഒരു കാര്യമാണ്. എഴുത്തായാലും സംഗീതമായാലും നൃത്തമായാലും വളരെ പ്രസക്തമായ ദൈവികമായ കലയാണെന്നാണ് സമൂഹത്തെ എപ്പോഴും പുതുമയുള്ളതാക്കുന്ന, പുതിയ കാര്യങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന, നവോത്ഥാനത്തിനുതകുന്ന നൂതന ആശയങ്ങൾ നമ്മൾക്ക് നൽകുന്നത് എപ്പോഴും വിവിധങ്ങളായ കലകളിലൂടെയാണെന്ന് നമ്മൾക്കറിയാം. അത്തരം കലകളെ പോലും ഇത്തരം ബാലിശമായ ചിന്തകളിലേക്ക് വലിച്ചിടുന്ന ഇങ്ങനെയുള്ളവരെ ഇത്തരം യോഗങ്ങൾ അപലപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്.